നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. ഞാൻ ഒരു പാചക റെസിപ്പി തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. വൈകുന്നേരം ഉച്ചതിരിഞ്ഞ് ചായയ്ക്ക് ഉണ്ടാക്കിയ ഒരു ലഘു ചെറുകടി എന്നൊക്കെ പറയുന്ന ഒരു ചെറുകടി തന്നെ. ഇത് വളരെ സിമ്പിളായിട്ട്, ഇപ്പം ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ കാലമല്ലേ. ഒരു ചക്ക എനിക്ക് പഴുത്തു എന്ന് ചോദിച്ചാൽ പഴുത്ത ചക്ക തന്നെയാണത്. നല്ല അസൽ മധുരമുള്ള ചക്ക. ചുളയൊക്കെ നല്ല ചൊകചൊകാന്നൊക്കെ ഇരിക്കുന്നുണ്ട്. ചക്ക അതേപോലെ തന്നെ മുറിച്ച് ചുളയൊക്കെ പറിച്ച് ഞാനൊരു ബേസണിലിട്ട് കഴിക്കാനുള്ളവരൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നിട്ട് ഞാൻ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് ചായ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. ചക്കപ്പഴം ഇങ്ങനെ ഇപ്പം തിന്നാൻ എല്ലാവർക്കും തിന്നാലോ. ഒരു മാറ്റം വരുത്തിയിട്ട് ഇതുകൊണ്ടൊരു വെരി സിമ്പിൾ ഒരു പലഹാരം ഉണ്ടാക്കിയാലോ, ഒരു ചെറുകടി ഉണ്ടാക്കിയാലോ, ചൂടെ അങ്ങ് കൊടുക്കാം എന്ന് കരുതി ഞാനൊരു പലഹാരം ഉണ്ടാക്കി. എന്താണ് ആ പലഹാരം? നമ്മൾ ഏത്തപ്പഴം കൊണ്ട് ബോളി ഉണ്ടാക്കാറുണ്ട്. പഴംബോളി, പഴംപൊരി, ഈന്തപ്പഴത്തിൻ്റെ പൊരി, ഈന്തപ്പഴം പൊരി അതും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് അതുപോലെ ഈ ചക്കപ്പഴം പൊരി ആണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് ചക്കച്ചുള പറിച്ച് വെച്ച ചക്കച്ചുള നെടുകെ അങ്ങ് കീറി രണ്ടായി അങ്ങ് പകുത്തു, ഉള്ളിലെ കുരു അങ്ങ് കളഞ്ഞു. അപ്പോൾ ഒരു ചുള രണ്ടാക്കി വെച്ചു. അങ്ങനെ ഒരു 10-12 ചുള രണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞാൽ അത് മുക്കി വറുത്തെടുക്കാനായിട്ടുള്ള മാവ് സെറ്റ് ചെയ്തു. ആ മാവ് സെറ്റ് ചെയ്തതിലെന്ന് വെച്ചാൽ അല്പം അരിപ്പൊടി, 2 സ്പൂൺ അരിപ്പൊടി, ഒരു 5 സ്പൂൺ 6 സ്പൂൺ മൈദ, 1 സ്പൂൺ റവ, ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് അല്പം ഉപ്പ്, ഒരു നുള്ളു ജീരകം, ചുക്കും ജീരകവും പൊടിച്ചത് ഇരിക്കണ്ടായിരുന്നു. അത് ഞാൻ മിക്സിയിലേക്ക് ഒന്നിച്ചങ്ങോട്ട് ഇട്ടു. കുറച്ച് പഞ്ചസാര, ഇത്രയും കൂടി ചേർത്ത് അസലായിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ഇത്തിരി വെള്ളം ഒഴിച്ച് മിക്സിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തു. നല്ല കട്ടി മാവാക്കി. അല്പം സോഡാപ്പൊടി ഇട്ടു. സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞ് അത് അവിടെ അടച്ചു വെച്ചു. ചക്കച്ചുള റെഡിയാക്കി വെച്ചു. പിന്നെ ഒരു ചെറിയ ചീഞ്ചട്ടി, ഹിൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടി, മറ്റേ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമില്ല. എണ്ണ കുടിക്കാതിരിക്കണം. അതിലാണ് ഈ റവയും മറ്റേ തരത്തിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ ചീഞ്ചട്ടിയൊക്കെ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും അതിലേക്ക് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ നമുക്ക് 4-5 ഒക്കെ എടുത്ത് ഇടാം. അതാ ചെറിയ ചീഞ്ചട്ടി എടുത്ത് വെച്ചു. എണ്ണയും കൂടി ചൂടായി കഴിഞ്ഞപ്പോൾ ഈ ചക്ക പഴം നുറുക്കി വെച്ചേക്കണം ഒരു ചുളയുടെ പകുതിയായിട്ടുള്ള ഒരു പീസ് എടുത്ത് ഈ മാവിലങ്ങോട്ട് മുക്കി എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടു. അതിങ്ങനെ പൊങ്ങി വന്നു. 4-5 ഒരു പ്രാവശ്യമായിട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഒരുപാട് വെളിച്ചെണ്ണ മീറ്റ് ഒഴിച്ചില്ല. വെളിച്ചെണ്ണ അങ്ങനെ ചൂടാക്കണ്ടല്ലോ, ആവശ്യത്തിന് പോരെ. നമുക്കിപ്പോൾ 2-3 പ്രാവശ്യം എടുക്കണമെങ്കിൽ സമയമുണ്ടല്ലോ, നിൽക്കാലോ. ചായ അവിടെ കൂട്ടി വെച്ചേക്കുക. വേഗം ഇതങ്ങോട്ട് ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊടിലിട്ടിട്ട് ഓരോന്നെടുത്ത് ഒന്ന് മറിച്ചിട്ടു. എല്ലാം മറിച്ചിട്ടു എടുത്ത് അങ്ങനെ വയ്ക്കുകയും ചെയ്തു. ഞാനങ്ങനെ ഒരു 4 പ്രാവശ്യമായിട്ടുണ്ടാക്കി. അപ്പോൾ 4-5 20 ഉണ്ടായി. 20 എന്ന് പറയുമ്പോൾ 10 ചുള. 10 ചുളയ്ക്ക് ചക്കപ്പഴം കൊണ്ടൊരു പൊരി, ചക്കപ്പഴം ബോളിന്നോ ചക്കപ്പഴം പൊരിന്നോ എന്ന് വേണമെങ്കിൽ പറയാം, ഉണ്ടാക്കി. ഒരെണ്ണം ഞാൻ തിന്ന് നോക്കിയപ്പോൾ തന്നെ തിരക്കിടില്ല, ഒരു മാറ്റം, ഒരു വെറൈറ്റി. ചക്കപ്പഴം കൊണ്ടൊരു പഴംപൊരി ഞാനത് ഉണ്ടാക്കിയത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊക്കെ കൊടുത്തു, ചൂടെ ആരൊക്കെ ഉണർന്ന് കൊടുത്തു. പിന്നെ ഉള്ളത് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങളെ കാണിച്ചു തരാൻ ഉണ്ടാക്കിയത് ചക്കപ്പഴത്തിൻ്റെ ബോളി. ഇതിലിപ്പോൾ ഒരു 7-8 ഉണ്ട്. ചൂടോടെ നല്ല സ്വാദായിരുന്നു.
ഇപ്പം ഇത്തിരി തണുത്തിട്ടുണ്ട്, എന്നാലും നല്ല സ്വാദ് തന്നെയാണ്. അകത്ത് ചക്കപ്പഴമല്ലേ, പുറകെ ഈ മാവ്. അപ്പോൾ ഇന്നത്തെ പാചകവിധിയിലേക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ചക്കപ്പഴത്തിൻ്റെ ബോളി അല്ലെങ്കിൽ പൂരി, ചക്കപ്പഴം പൊരി, ചക്കപ്പഴം കൊണ്ടൊരു പൂരി. ചക്കപ്പഴത്തിൻ്റെ പഴംപൊരി കുട്ടികൾക്കൊക്കെ ഇതെല്ലാം ഇഷ്ടപ്പെടും. കാരണം എരിവില്ലല്ലോ, എരിവുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടു. പിന്നെ ചക്കപ്പഴം തിന്നണ പോലെ ഇല്ലാണ്ട് ഒരു മാറ്റം. അപ്പോൾ ഇന്നത്തെ ഈ ആഴ്ചയിലെ എൻ്റെ പാചക രീതിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ചക്കപ്പഴം കൊണ്ടൊരു പഴംപൊരി. നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കൂ. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. ഇന്നങ്ങനെ ഒരു തോറ്റം തോന്നി അങ്ങനെ ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. നിങ്ങളൊന്നുണ്ടാക്കി നോക്കുന്നേ, ഒരു മാറ്റം, നമുക്കൊരു സ്വാദ്, അത്രയേ ഉള്ളൂ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.